ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കു റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് എടപ്പള്ളി ടോളിലുള്ള റിലയൻസ് ഫ്രഷിനോട് ചേർന്നിട്ടുള്ള പുക്കാട്ടുപടി ജംഗ്ഷൻ റോഡിലേക്ക് തിരിയുമ്പോഴുള്ള ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലുലു മെഗാ മാർട്ടിൽ നിന്ന് ഏകദേശം 150 മീറ്റർ ദൂരത്തിലാണ് മൈ കുക്കു റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇൻഡോ ഇറ്റാലിയൻ വെഞ്ചറാണ്. ഏകദേശം ഒരു 20 റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലുടനീളം 2015 ആകുമ്പോഴേക്കും ഓപ്പൺ ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളൊരു ആഗ്രഹം. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പ്രധാനപ്പെട്ട ഡിഷ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ക്രസ്റ്റ് ഓഫ് പിസ്സയാണ്. ഞങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു ഗ്രിൽ ചിക്കൻ പിസ്സയാണ്. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് സർവീസ് ക്രൂ ആയിട്ടുള്ള സുബ്രഹ്മണ്യനാണ്. അദ്ദേഹമാണ് ഇന്നൊരു പിസ്സ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കുന്നതിലേക്കാണ്. ഈ ഫ്ലവർ നമ്മൾ ടേബിളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നു. സ്പ്രെഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ടേബിൾ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം സെൻട്രൽ നിന്ന് സ്ട്രെച്ച് ചെയ്ത് ഇത് പാനിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുക. നമ്മൾ ട്രേയിൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് വെജിറ്റബിൾ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ അതിൻ്റെ ട്രേയിൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രിക്കോഷൻ എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം പ്ലേസ് ചെയ്തതിന് ശേഷം പാനിലേക്ക് ആ റൗണ്ട് ഷേപ്പ് വരത്തക്കയിൽ പാനിലേക്ക് ഫിറ്റാക്കും. അപ്പോൾ ശരിക്കും ശരിക്കും ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് നമ്മളുടെ കുക്ക് ചെയ്യുന്ന പാനിലേക്ക് ഫിറ്റായി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ വന്നു, ഈ പാനിലേക്ക് ഫിറ്റായി. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് പിസ്സ സോസാണ് ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ പിസ്സ സോസ് ശരിക്കും മൈ കുക്കുവിൻ്റെ ഒരു റെസിപ്പി പ്രകാരം നമ്മൾ ചെയ്തെടുത്തുള്ള പിസ്സ സോസാണ്. ശരിക്കും നല്ല ഷേപ്പിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് സെൻട്രലിൽ നിന്ന് സൈഡിലേക്ക് വരത്തക്ക രീതിയിലാണ് നമ്മൾ പിസ്സ സോസിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യുന്നത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസിൻ്റെ ഒരു 30%, ടോട്ടൽ ക്വാണ്ടിറ്റി ഒരു ലാർജ് പിസ്സയ്ക്ക് വരുന്ന 300 ഗ്രാം മൊസറല്ല ചീസാണ്. ആ 300 ഗ്രാമിൻ്റെ 30% നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ബേസിൽ ആഡ് ചെയ്യുന്നത് മൊസറല്ല ചീസ്. അതിനുശേഷം നമ്മൾ ഓനിയൻ, ഡൈസ്ഡ് ഓനിയനാണ് ചെയ്യുന്നത്. ഈ ഡൈസ്ഡ് ഓനിയൻ നമ്മളെന്താ വെച്ചാൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കാം ഓനിയൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അതിനുശേഷം ഗ്രീൻ പെപ്പർ, പിന്നീട് മാരിനേറ്റഡ് ചിക്കൻ. ഈ ചിക്കനും നമ്മൾ കുക്കുവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് റെസിപ്പി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ചിക്കനാണ്. ഹാഫ് ബോയിലാണ് ഈ ചിക്കൻ ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതിന് ടോപ്പിൽ വേണ്ടി നമ്മൾ മൊസറല്ല ചീസ് ബാലൻസ് വന്നിട്ടുള്ള 70% മൊസറല്ല ചീസ് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്യും. അതിന് ഏറ്റവും ടോപ്പിലായിട്ട് സ്ലൈസ്ഡ് ടൊമാറ്റോയുടെ സ്ലൈസസ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. വീണ്ടും പിസ്സയുടെ എഡ്ജിൽ കിടക്കുന്ന ചീസും ടോപ്പിങ്സ് എല്ലാം മാറി കിടക്കുന്നത് സെൻറ്ററിലേക്ക് ഒന്ന് പുള്ളി ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കുക്ക് ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് സ്പോട്ടോ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ആ എഡ്ജ് ക്ലിയർ ആക്കി എടുക്കത്തക്ക രീതിയിലാണ് നമ്മൾ പിസ്സയുടെ ഒരു സ്ട്രക്ചർ. ഇതാണിപ്പോൾ പിസ്സ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം നമ്മൾ 170 ഡിഗ്രി സെൽഷ്യസിലുള്ള ഓവനിലേക്കാണ് നമ്മൾ ഈ പിസ്സ പ്ലേസ് ചെയ്യുന്നത്. 7 മിനിറ്റ്സ് ആണ് നമ്മൾ പിസ്സയുടെ ഒരു കുക്കിംഗ് ടൈം. ഓവനിൽ നമ്മൾ പിസ്സ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 7 മിനിറ്റ്സിന് ശേഷം നമുക്ക് പിസ്സ റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്ത പിസ്സയ്ക്ക് ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. 7 മിനിറ്റ് നമുക്ക് പിസ്സ പുള്ളി ചെയ്യുകയാണ്. അപ്പോൾ പിസ്സയുടെ ക്രസ്റ്റ് ഒരു ബ്രൗൺ കളർ വരത്തക്ക രീതിയിലാണ് നമ്മളൊരു കുക്കിംഗ് ടൈം. ശരിക്കും നമ്മളൊരു സ്റ്റാൻഡേർഡ് ഒരു പ്രൊസീജിയർ അങ്ങനെയാണ്. ഇനി നമുക്കിതിന് ട്രേയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാച്ചുല വെച്ച് നമ്മൾ ട്രേയിൽ നിന്ന് റിമൂവ് ചെയ്യും. ശേഷം 8 സ്ലൈസ് ആയിട്ടാണ് ലാർജ് പിസ്സ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പിസ്സ കുക്കായി 8 സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പാനിലല്ല പിസ്സ സെർവ് ചെയ്യുന്ന ഡൈനിങ്ങിലേക്ക്. ശരിക്കും ഇതുപോലെ വുഡൻ ട്രേയിലേക്ക് തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഈ വുഡൻ ട്രേയുടെ
സ്പാച്ചുല സെറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, അതുപോലെ സാൾട്ട് എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഡൈനിങ്ങിലേക്ക് ഈ പ്രൊഡക്റ്റ് സെർവ് ചെയ്യുന്നത്. ദിസ് ഈസ് ഗ്രിൽ ചിക്കൻ മൈ കുക്കു സ്പെഷ്യൽ പിസ്സ.